മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മള് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ വളരെയധികം യാതനകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ വളരെ പ്രതിസന്ധികളിലൂടെ ജീവിതം പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് സർ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? മഹാഗുരു ശരണം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈശ്വരപദം തേടുക എന്നുള്ളതാണ് അല്ലേ? ഈശ്വരൻ ആയിത്തീരുക, അല്ലെങ്കിൽ വിഷ്ണുപദം അല്ലെങ്കിൽ ശിവപദം മോഹിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ജന്മം. നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതാണ്. ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസം പിന്തുടരുന്ന ആൾക്കാരുണ്ട്. എന്നാലും എല്ലാ മതവിഭാഗങ്ങൾക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും മതവിശ്വാസങ്ങളിൽ പറയുന്നുണ്ട് സ്വർഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈശ്വരനാൽ സംരക്ഷിപ്പിക്കപ്പെടുന്ന സ്വർഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്നും ആ ഭാഗത്ത് വേണം നമ്മുടെ മരണാനന്തര പരലോക ജീവിതം അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഭൂരിഭാഗം ജനസമൂഹങ്ങളും, ഏത് മതസമൂഹമാകട്ടെ. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കാർമ്മിക ബന്ധങ്ങൾ കുറേയധികം തീർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ മനുഷ്യ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഉന്നത തലത്തിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ വെള്ളിക്കരണ്ടി കൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. ഇടത്തരം രീതിയിൽ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും താഴെ അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഈശ്വരൻ്റെ ഇൻകാർണിഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സർപ്പം തുള്ളൽ, അല്ലെങ്കിൽ ഗന്ധർവൻ തുള്ളൽ, യക്ഷി തുള്ളൽ, അല്ലെങ്കിൽ കോമരങ്ങൾ ഒക്കെ, പുള്ളുവമ്പാട്ട്, ഇങ്ങനത്തെ മേഖലകളിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോവുകയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും പല പ്രതിസന്ധികളിലൂടെ ഇവർ പോകുമ്പോഴാണ് ഇവരിൽ ഈശ്വരൻ വിളയാടുന്നത്. ഒരു പക്ഷേ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കാം ഈശ്വര സാന്നിധ്യം ഇവർ വരുന്നത്. സർപ്പമായിട്ടാകട്ടെ, ഗന്ധർവനായിട്ടാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് വീഡിയോ അയച്ചു തന്നതിൽ അയ്യപ്പൻ്റെ ചൈതന്യം ഒരാൾ വന്നിട്ട് അദ്ദേഹം തേങ്ങ ഉടയ്ക്കുന്നതാണ് എനിക്ക് അയച്ചു തന്ന വീഡിയോ. ഗായത്രിക്ക് തന്നിട്ടില്ല, ഞാൻ തരാം. അവരുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ഈ ദേവതാ ചൈതന്യങ്ങൾ ആവേശിക്കപ്പെടുകയും അതാതിൻ്റെ ഫ്രീക്വൻസിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ, ഒരുപക്ഷെ അതിൻ്റെ കാവാകട്ടെ, അതിൻ്റെ ധർമ്മദൈവ സ്ഥാനത്ത് പോകുമ്പോഴത്തേക്ക് അതിൻ്റേതായ വാദ്യങ്ങളോ അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങളോ നടക്കുമ്പോഴത്തേക്കും ഇവർ ആക്റ്റീവാകുകയും ഇവരിലൂടെ ആ ജനങ്ങൾക്ക് ദേവത അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുന്നു. ഒരു കാര്യം പറയാം, ഇവിടെ ഇപ്പോൾ സാധാരണ മന്ത്രതന്ത്രങ്ങളെല്ലാം ചെയ്യുന്നത് ബ്രാഹ്മണ തലത്തിലുള്ള ആൾക്കാരാണ് അല്ലേ? പക്ഷേ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചിട്ട്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികളിലൂടെയാണ്. മുത്തപ്പൻ്റെ ഇതാകട്ടെ, അതുപോലെ നമ്മുടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. തെയ്യന്തറയൊക്കെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഞാൻ അനുഭവം പറഞ്ഞിരുന്നു. കാര്യം ഒരു ഫാമിലി പോയത്, അതിലൊരു തെയ്യത്തിൽ അതോ തെറയിൽ വേഷയിടുന്ന ആളിൽ ആവേശിക്കപ്പെടുന്ന ആ ഫാമിലിയിലെ കുടുംബത്തിലെ ഒരു യോഗീശ്വര ചൈതന്യമാണ്. ഇവരെ ആ യോഗീശ്വര ചൈതന്യം ആവേശിച്ച വ്യക്തി എൻ്റെ കുടുംബത്തിൽ നിന്നാണ് നീ വന്നതെന്ന് പറഞ്ഞ് പ്രസാദം കൊടുത്തു. അപ്പോൾ എന്തോ ഇൻകാർണേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇൻകാർണേഷൻ സംഭവിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിങ്ങളെ കാക്കാനായിട്ട്, നിങ്ങളിൽ ഒരാളായിട്ട് ഞാനുണ്ടെന്ന് ഈ ഈശ്വര സാന്നിധ്യങ്ങൾ, ഈശ്വര ചൈതന്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുക. ഒരിക്കലും ഈശ്വരൻ്റെ ഇത് വരുന്നത് കൊണ്ട് ഒരാൾക്ക് കഷ്ടപ്പാട് വരില്ല. പക്ഷെ കഷ്ടപ്പാട് വരുന്ന ആളെ രക്ഷിക്കാനായിട്ട് ഈ ഈശ്വരൻ്റെ അവതാര ലക്ഷ്യങ്ങൾ കുറച്ച് സമയത്തെങ്കിലും, ഒരു ദിവസത്തിൽ 1-2 മണിക്കൂറുകളെങ്കിലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് അവരിലൂടെ എന്താണ് പ്രവർത്തിക്കണമെന്ന് അവർക്കറിയാൻ പറ്റില്ല. പക്ഷേ ശരീരം ഉടച്ചെടുത്ത പോലെ ആയിരിക്കും. ശരിക്ക് തുള്ളുന്ന ആൾക്കാർ, അഭിനയിക്കുന്ന ആൾക്കാരുടെ അല്ലേ ഞാൻ പറയുന്നത്. ശരിക്ക് തുള്ളുന്ന ആൾക്കാരുടെ ശരീരം ഭയങ്കരമായിരിക്കും. ഒന്ന്, ഈ എനർജി വരുമ്പോൾ; 2, ഈ എനർജി വിടുമ്പോൾ ഇവർക്ക് എന്താ ചെയ്യണമെന്ന് ചിലപ്പോൾ തലയടിച്ച് വീഴും, താഴത്ത് വീഴും, ഒടിവ് ചതവൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ആ രീതിയിലാണ്. ആ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതല്ല എനർജി. അതുകൊണ്ടാണ് നമ്മളിതിനെ കല്ലിൽ ആവാഹിക്കുന്നത്. കല്ലിൻ്റെ
ഗാഠത എന്താണെന്ന് അറിയാലോ. അതിൽ ദേവതാ ചൈതന്യങ്ങൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് കല്ലെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരിലും താന്ത്രികമായിട്ട് വേണമെങ്കിൽ ദേവതാ ചൈതന്യത്തിനെ നമുക്ക് ഇൻകാർണിഷൻ ചെയ്യാൻ സാധിക്കും. നിസാരം കഴിഞ്ഞ ദിവസം ഒരു ഗ്രഹസന്ദർശന വേളയിൽ ഒരാളെ ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും ആ ആളിലുണ്ട മുഖാഭാവ വ്യത്യാസം ഗായത്രി നേരിട്ട് കണ്ടൊരു കാര്യമാണ്. ചോറ്റാനിക്കര അമ്മയുടെ ഇതാണ് മനസ്സിലായത്. അത് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്തു. അപ്പോൾ എന്താണ് താങ്ങുകല. അപ്പോൾ ഈ വരുന്നത് ഇങ്ങനെ കുറേ അധികം ആൾക്കാരെ അറിയാം കേട്ടോ, കുറേ അധികം ആൾക്കാരെ അറിയാം. ഇവരിൽ ഈശ്വരൻ വിളയാടുന്നുണ്ട്. പക്ഷേ അവർ ഈ ജന്മത്തിൽ അവരുടെ കാർമ്മിക ബന്ധങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പോകണോ അത് പോകണം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത ജന്മം കിട്ടുന്നത് ഇതിലും നല്ലൊരു ജന്മമായിരിക്കും. അപ്പോൾ താഴത്ത് വന്ന് കമൻറ്റ് വരും, ഈ ജന്മത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അടുത്തത് എന്ത് കിട്ടിയിട്ട് എന്താണ്, എങ്ങനെ മനുഷ്യനെ അറിയാൻ പറ്റുന്നു? പക്ഷേ ഈ ജന്മത്തിലെ കഷ്ടപ്പാടുകൾക്ക് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളെ പഴിക്കുന്നില്ലേ? ഞാൻ ഈ ജന്മത്തിൽ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാടെന്ന് നമ്മൾ പഴിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഈ ജന്മത്തിലെ കഷ്ടപ്പാടുകൾക്ക് അടുത്ത ജന്മം നല്ലത് ജന്മങ്ങളായിരിക്കും. ഒരു കാര്യം പറയും, പോകെ പോകെ ഈ ലോകം, ഈ ശാസ്ത്രം പുനർജന്മത്തെ അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് റിസർച്ച് വിദേശത്ത് പല സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. അത് ഈ ജന്മത്തിൽ ഇപ്പോൾ ശ്രീനിവാസ പൈ ഗായത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത ഈ ജന്മത്തിൽ അടുത്ത ജന്മം എനിക്ക് ഇന്നതാകണം, എനിക്ക് നല്ല കോടീശ്വരനാകണം, അല്ലെങ്കിൽ എനിക്ക് കളക്ടറാകണം, അല്ലെങ്കിൽ എനിക്ക് മന്ത്രിയാകാനായിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾ എന്തൊക്കെ അനുഷ്ഠിക്കേണ്ടി വരും. ഇപ്പോൾ മൈൻഡ് പവറുകാരൊക്കെ വേറൊരു തലത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറാനുള്ള ടെക്നിക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത ജന്മത്തിൽ ഞാൻ അംബാനിയുടെ കുടുംബത്തിൽ, അദാനിയുടെ കുടുംബത്തിൽ, ടാറ്റയുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ അതാകാനൊക്കെ എങ്ങനെ ജീവിച്ചാൽ അടുത്ത നമ്മുടെ ലൈഫ് ഈ രീതിയിലാകും എന്നുള്ളതിൻ്റെ റിസർച്ചുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അറിവ്. ഒരു 100 വർഷത്തിനുള്ളിൽ ഭാഗ്യമുള്ളവർ ആ തരത്തിലുള്ള ജീവിത രീതിയിലേക്ക് പോകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭാരതത്തിൽ നടക്കുന്ന പൗരാണികമായിട്ടുള്ള പല സമ്പ്രദായങ്ങളിലും വിദേശികളുടെ കുത്തൊഴുക്ക്. നിസാരം കൊടുങ്ങല്ലൂർ ഭരണിയുടെ സമയത്ത് പോലും വിദേശികൾ വരുന്നത് അവിടെ എന്തോ സ്പിരിച്വൽ എനർജി കിട്ടുന്നെന്നും അത് ഈ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന എനർജിയെ അവരൊരു പക്ഷേ ആത്മാവെന്നോ പറയുന്നില്ലായിരിക്കും, സോൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ അത് തങ്ങളുടെ ഈ ശരീരത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എനർജിയുടെ ഇനി ഭാവി വളർച്ചയ്ക്കും ഭാവി യാത്രയ്ക്കും ഇവിടെ നിന്ന് നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന എനർജി പ്രയോജനം ചെയ്യുന്നറിഞ്ഞിട്ടാണ് വളരെയധികം വിദേശികൾ ഭാരതത്തിൻ്റെ പല മേളകൾക്ക്, കുംഭമേളയാകട്ടെ, ഇപ്പോൾ നടക്കുന്ന എന്തോ അതിരാത്രങ്ങളൊക്കെ നടക്കുന്നു, ഇതൊക്കെ വിദേശികൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടും വിദേശികൾ വരുന്നു. ഈ രഹസ്യങ്ങൾ അവർ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് നമ്മൾ പ്രബുദ്ധരായ വരട്ടുതത്ത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന മലയാളികളിൽ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു സ്പാർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും, ആത്മതലം രക്ഷപ്പെടും. അത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.